നീലുടെ സ്കൂളിൽ നിന്ന് സ്പോർട്സ് ഡേ എൻ്റെ സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി അവൾ സ്പോർട്സ് ഡേ കഴിഞ്ഞ കാര്യം അവൾക്ക് സമ്മാനം കിട്ടിയായിരുന്നു ഞങ്ങൾ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. അവർ ജസ്റ്റ് രാവിലെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുന്നത് ഇന്നാണ് സ്പോർട്സ് ഡേയുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മെസ്സേജ് കണ്ടിട്ടുണ്ടെങ്കിൽ ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നീലൊന്ന് സ്കൂളിൽ പോയത്. അപ്പോൾ വന്നപ്പോൾ ഞാൻ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് മെഡൽ ഞാൻ പിന്നെയാണ് ഉണ്ട്. പക്ഷെ അത് കണ്ടപ്പോൾ തന്നെ എനിക്കറിയില്ല, എൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞ് വല്ലാത്തൊരു ഫീലായിരുന്നു. അപ്പം തന്നെ ഞാൻ രോഹിതനെ വിളിച്ചു പറഞ്ഞാൽ നീലുവിന് സമ്മാനം കിട്ടിയിട്ട് 5 എണ്ണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ രോഹിതനെ വന്ന വഴിക്ക് ഒരു ഡയറി മിൽക്കൊക്കെ വാങ്ങി വന്നേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് നീലുവിനെയും കൊണ്ട് ഭയങ്കര എന്താ പറയുക എക്സൈറ്റ്മെൻറ്റിൻ്റെ അങ്ങ് പീക്ക് ലെവലായിരുന്നു. അപ്പോൾ രോഹിതനെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സ്റ്റുഡിയോ കൊണ്ടുപോയി ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു വേണ്ട, വീട്ടിൽ നിന്ന് ജസ്റ്റ് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ ഞങ്ങൾ അവളെയും കൂടെ പാർക്കിൽ പോയി. പോണ വഴിക്ക് ഞങ്ങളിത് ആ ദർബാർ ഗ്രൗണ്ട് ഓപ്പോസിറ്റ് 49 ജ്യൂസ് ബർഗർ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ഞങ്ങൾ ഇപ്പോൾ സ്ഥിരം അവിടെ നിന്നാട്ടോ ജ്യൂസാണ് കുടിക്കാറ്. 49 ആണെങ്കിൽ പോലും ഭയങ്കര പുറത്താണ്, നല്ല അടിപൊളി ജ്യൂസാട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഐസ് പ്ലാറ്റയും ജ്യൂസായിട്ട് ഓറഞ്ച് ജ്യൂസൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ചിൽഡ്രൻസ് പാർക്കിൽ പോയി. പിന്നെ കുറേ സമയം അവിടെ കളിച്ചിട്ട് നീലു വഴക്കിട്ട് പോവാണ്. നീലിനെ എപ്പോൾ പാർക്കിൽ പോയാലും വഴക്കിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരാറുള്ളൂ. പിന്നെ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി നേരെ പോണ വഴിക്ക് അൽഫാമും ഒരു ഷവർമയൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിൽ പോകാട്ടോ. ചെയ്യുന്ന അത്രയും ഹാപ്പി ആയി.